അവരുമായി അടുത്താൽ ഈ മാരകമായ രോഗം നമുക്ക് പകർന്നാൽ കൊറോണ പോലെയല്ല. കൊറോണ പിടിച്ചൊരാള് മരിച്ചാൽ ആ മരിച്ചവൻ ഈമാനുണ്ടോ ഷഹീദിന്റെ കൂലി കിട്ടും. നേരെ മറിച്ച് പുത്തൻവാദിയുമായി അടുത്തിട്ട് അവന്റെ ആ വിഷം ചീറ്റുന്ന വിശ്വാസം നമ്മളെ കൽബിലേക്ക് വന്ന് മുഹീദ്ദീൻ ശൈഖ് കാഫിറാണെന്ന് വിശ്വസിച്ചാൽ, ഉമറുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് വിശ്വസിച്ചാൽ, 20 റകഅത്ത് തറാവീഹ് മദീനയിലും മക്കയിലും നടപ്പാക്കിയ ഉമറുൽ ഖത്താബും സഹാബത്തും പിഴച്ചു എന്ന് വിശ്വസിച്ചാൽ, 2 ബാങ്ക് നടപ്പാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിഴച്ചു എന്ന് വിശ്വസിച്ചാൽ, അതേ സ്ത്രീകൾ പള്ളിയിൽ ജുമാഅത്തിനും പോകേണ്ടതില്ലെന്ന് പാസാക്കിയ ഖുലഫാഉർ റാഷിദീകൾ പിഴച്ചു എന്ന് വിശ്വസിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഇമാം ശാഫിഈ തങ്ങളും അബൂ ഹനീഫയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബലും അങ്ങനെ തുടങ്ങി സർവ്വ ഇമാമികളും പിഴച്ചുപോയവരാണെന്നും മദ്ഹബൊക്കെ ഇസ്ലാമിനെതിരാണെന്നും പറയുന്ന കക്ഷികളെ വിശ്വസിച്ച് നമ്മൾ നീങ്ങിയ ആ കടുത്ത വിഷം നമ്മളെ കൽബിലേക്ക് കടന്നാൽ ഈമാനില്ലാതെ ചത്തുപോകും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അടുക്കാൻ പാടില്ല. അതാണ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. സുന്നിയല്ലാത്തവരുമായി അടുക്കാൻ പാടില്ല. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ അഹദസ, ഒരു പുത്തൻവാദിയായാൽ, ഒരുത്തൻ പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ,